തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തൽ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കുന്നതാണോ എന്ന സംശയം ഇപ്പോൾ പലരും ഉന്നയിച്ചു തുടങ്ങി. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഡോക്ടറിൻ്റെ വെളിപ്പെടുത്തൽ അതിനെ മന്ത്രി ചെറിയ ചില സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അടുത്തടുത്ത ദിവസങ്ങളാകുമ്പോഴത്തേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടറുടെ വാദങ്ങളെ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് നിലപാടെടുത്തത്. പക്ഷേ ഇന്നലെ നോക്കും, മുഖ്യമന്ത്രി സ്വരം മാറ്റുന്നു, ഇന്നിപ്പോൾ മന്ത്രിമാർ സ്വരം മാറ്റുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്നിപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇന്നലെ 3 മണിക്ക് വീണ ജോർജിൻ്റെ അഭിമുഖം മാതൃഭൂമി ന്യൂസ് തത്സമയം എടുക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് വീണ ജോർജിനോട് ചോദിച്ചിരുന്നു, മന്ത്രിയോട് ചോദിച്ചിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങൾ ആ ഡോക്ടറെ ചേർത്ത് നിർത്തും, ആരോഗ്യവകുപ്പ് ആ ഡോക്ടറെ ചേർത്ത് നിർത്തും. അദ്ദേഹം പൊതുവായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്, സ്പെസിഫിക്കായി നേരിട്ടൊരു ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രതികാര നടപടി ഉണ്ടാകുമോ? എന്തിനാണ് പ്രതികാരം ആ ഡോക്ടറോട്? ഞങ്ങളുടെ ഒപ്പമുള്ള ആളല്ലേ, ഞാനാണ് അദ്ദേഹത്തെ ഇവിടെ പോസ്റ്റ് ചെയ്തത്. ആ നിലയ്ക്ക് ഡോക്ടറുമായി ഉള്ള അല്ലെങ്കിൽ ഡോക്ടറോടുള്ള നല്ല ബന്ധത്തെക്കുറിച്ചും ഡോക്ടർ ചെയ്തത് ഒരു തെറ്റായ കാര്യമല്ല എന്നുമാണ് ആരോഗ്യമന്ത്രി ഇന്നലെ വൈകുന്നേരം പറഞ്ഞത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലെ ഈ പരാമർശം വരുന്നത്. അപ്പോൾ സുപ്രീം ലീഡർ പറഞ്ഞതോടുകൂടി ഇന്ന് രാവിലെ നമ്മൾ ഇപ്പോൾ നോക്കൂ, മന്ത്രിമാർ സജി ചെറിയാൻ്റേത്, GR അനിലിൻ്റേത്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടേത് ഒക്കെ വിമർശനം കേട്ടു. ഇനി കൂടുതൽ വിമർശനം പറയാൻ പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ വിമർശനങ്ങളുടെ ചെയിൻ റിയാക്ഷൻ തുടക്കം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഈ അവലോകന യോഗത്തിൽ അദ്ദേഹം ഡോക്ടർ ഹാരിസിനെ ഇകഴ്ത്തി പറഞ്ഞില്ല. ഡോക്ടർ ഹാരിസ് ഇൻ്റഗ്രിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നല്ല ഉദ്യോഗസ്ഥനാണ് എങ്കിലും ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് മൂലം അത് എതിരാളികൾക്ക് മുതലെടുക്കാൻ ഒരു അവസരമുണ്ടാക്കി എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് അപഖ്യാതി ഉണ്ടാക്കാൻ ഇടയാക്കി, അപഖ്യാതികൾ പടരാൻ ഇടയാക്കി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മുഖ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ ഏതെങ്കിലും തരത്തിൽ മോശമായി പറയുകയോ അയാളുടെ ഇൻ്റഗ്രിറ്റിയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ചുവട് പിടിച്ച് ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നായാലും GR അനിലിൻ്റെ ഭാഗത്തു നിന്നായാലും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നായാലുമുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായും ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചെയ്തത് എന്താണ്? അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറുടെ ദൗത്യമാണ് നിർവഹിച്ചത്. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക, അതായത് ഒരു വിസിൽ ബ്ലോവറാണ്. ആ വിസിൽ ബ്ലോവർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം. അത് ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നുണ്ട്. എനിക്കൊരു പക്ഷേ നടപടി നേരിടാമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ വിമർശനങ്ങൾ വരുന്നതിന് മുമ്പ് പോലും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നടപടി നേരിടാം എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കലായിരുന്നു. അതിന് വലിയ വിസ്ഫോടന ശേഷി ഉണ്ടായി. അതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ഇഷ്യൂ പരിഹരിക്കപ്പെട്ടു. യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപകരണങ്ങൾ വന്നു എന്ന് മാത്രമല്ല, സമഗ്രമായി മറ്റു മെഡിക്കൽ കോളേജുകളിലും സമാനമായ നിലയിലുള്ള ഒരു പരിശോധനയും അതുപോലെ തന്നെയുള്ള നടപടികളും ഉണ്ടാവും. ഈ വിവാദം ആദ്യം, അതായത് ഫേസ്ബുക്കിൽ ഡോക്ടർ ഹാരിസ് കുറിപ്പിട്ടപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല, ഇങ്ങനൊരു ഫയലേ ഇവിടെ ഇല്ല എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ 7 മാസം മുമ്പ് ഇതേ കാര്യം ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തതുമാണ്. അപ്പോൾ അത് അന്നേരം ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹം ആവർത്തിച്ച്, ഈ വകുപ്പ് മേധാവി ആവർത്തിച്ച് പ്രിൻസിപ്പാളിന് മുമ്പിൽ ഈ വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഒരു നടപടി ഉണ്ടായില്ല. പക്ഷേ അയാളൊരു വിസിൽ ബ്ലോവറായി മാറിയപ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടായി. ഈ പ്രശ്നം ഒരു തരത്തിൽ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ എന്താണോ ആ ദൗത്യം എന്നുള്ളത് ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വളരെ കടുത്ത നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ പോലും താക്കീത് പോലെയുള്ള നടപടികൾ അദ്ദേഹത്തിന് ഉണ്ടാവും. പിന്നെ ഇന്ന് നമ്മളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പ്രൊഫഷണൽ ഞാൻ കാണിച്ചിട്ടുള്ളൊരു ഒരു റിസ്ക്കാണ്, മണ്ടത്തരമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വിസിൽ ബ്ലോവർ ആ വിസിൽ ബ്ലോവറുടെ ദൗത്യം നിർവഹിച്ചു എന്നാണ് ഡോക്ടർ ഹാരിസ് ഇക്കാര്യത്തിൽ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിയുക. ഈ കാര്യത്തിൽ മന്ത്രി പറഞ്ഞു, അതിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് എതിർ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടോടുകൂടിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ് ചെയ്തത്. അതും ഒരു പൊതുജനാരോഗ്യ സംവിധാനത്തിൽ, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് രാജ്യത്ത് മൊത്തം അംഗീകാരമുണ്ട്, അതിൽ സംശയമില്ല. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിൽ, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും, ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്താണെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വലിയ പകർച്ചവ്യാധിയൊക്കെ ഉണ്ടാകുമ്പോഴും കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഒക്കെ. പക്ഷേ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ പേരിൽ അതോടുകൂടി നമ്മുടെ ഈ നല്ല പേരിന് മൊത്തം മോശമായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുന്നതിൽ എന്ത് കാര്യമാണത്? അവിടെ ഞാൻ കാണുന്നത് ഒരു തരത്തിൽ ഒരു ദുരഭിമാന മനോഗതിയുള്ള ഒരു തറവാട്ടുകാരനവരുടെ മനസ്ഥിതി മുഖ്യമന്ത്രിക്ക് ഉണ്ടായോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം നമ്മുടെ വീട്ടിൽ ഈ അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് പുറത്ത് പറയരുത്. അതായത് പട്ടിണി കിടന്നാലും പുറത്ത് പറയരുത്. പുറത്ത് പറഞ്ഞ ആളുകൾ അറിഞ്ഞാൽ നമുക്ക് നാണക്കേട്. അങ്ങനെ നാണക്കേട് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതല്ലേ ഡോക്ടറോട് മുഖ്യമന്ത്രി പറയുന്നത്?
ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മാത്രം പ്രശ്നമല്ല. വളരെ വിഖ്യാതമായ ഒരു കിർഗിസ്ഥാൻ നോവലുണ്ട്, ഫെയർവെൽ ഗുൽസാരി എന്നുള്ളതാണ് അതിൻ്റെ പേര്. നമ്മുടെ MA ബേബി സാംസ്കാരിക മന്ത്രി ആയിരിക്കുമ്പോൾ 2009 IFFK അതിൻ്റെ സിനിമാ രൂപം നമ്മുടെ IFFK ഉണ്ടായിരുന്നു. ഞാനത് കണ്ടതാണ്. നമ്മുടെ ഹാരിസ് ഡോക്ടറോട് ഏറെക്കുറെ സമാനമായ ഒരു കഥാപാത്രമാണ് ഈ നോവലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ നോവലിൻ്റെ പേര് എടുത്തു പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഡോക്ടർ ഹാരിസും കമ്മ്യൂണിസ്റ്റാണ്. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് എന്ന് മാത്രമല്ല, പാർട്ടിക്ക് വഴങ്ങാതിരുന്ന ഭൂപ്രഭുവായ തൻ്റെ അർദ്ധ സഹോദരനെ സൈബീരിയയ്ക്ക് നാടുകടത്താൻ തന്നെ നേതൃത്വം നൽകിയ ആളാണ്. അദ്ദേഹം നാസികൾക്കെതിരെ സോവിയറ്റ് ചെമ്പടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ വരുന്നു. തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ഓരോരോ ദൗത്യങ്ങൾ നിയോഗിക്കുകയാണ്. അപ്പോൾ അന്ന് കളക്റ്റീവ് ഫാമിങ്ങും മറ്റുമാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദ്യം ഈ കുതിരയെ പരിശീലിപ്പിക്കാനായി നിയോഗിക്കുന്നു. അതിനുശേഷം ഈ ചെമ്മരി ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിയോഗിക്കുകയാണ്. അപ്പോൾ ഈ ചെമ്മരി ആടുകളെ മേയ്ക്കാൻ നിയോഗിക്കുമ്പോൾ ഈ ചെമ്മരി ആടുകൾക്ക് ഉള്ള ഷെൽട്ടർ അത് വളരെ അപര്യാപ്തമാണ്, വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതേ പറ്റൂ, ഈ ഷെൽട്ടറെ പറ്റൂ എന്ന് പാർട്ടി നിലപാടെടുക്കുന്നു. ഇദ്ദേഹം കൈ മെയ് മറന്ന് അധ്വാനിച്ച് 3-4 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ആടുകൾക്ക് സുരക്ഷിതമായി കഴിയാൻ വേണ്ടി ഷെൽട്ടർ ഒരുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ വലിയ മഴയും മഞ്ഞുവീഴ്ചയൊക്കെ വന്ന് ആടുകൾ മുഴുവൻ മരിച്ചുപോയി. ആടുകൾ മുഴുവൻ മരിച്ചു പോകുമ്പോൾ പാർട്ടി വിചാരണ ചെയ്യുന്നത് ഈ കേന്ദ്ര കഥാപാത്രത്തെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് പാർട്ടി പറയുന്നത്, നിങ്ങൾ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ച്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഈ ആടുകൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു, നിങ്ങൾ ജനശത്രുവാണ്, ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പാർട്ടിയെ അവഹേളിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പിന്നീട് ജില്ലാ സെക്രട്ടറിയെ കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജില്ലാ സെക്രട്ടറി ഇദ്ദേഹത്തെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റായ ആൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് ഡോക്ടർ ഹാരിസിനെ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റും കഠിനാധ്വാനിയുമായ ഒരാൾ, അയാൾ പരിശ്രമിക്കുന്നു പരമാവധി, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഒടുവിൽ വലിയ ദുരന്തം വരുന്നു, ആടുകളെല്ലാം ചത്തുപോയി. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ പാർട്ടിയെ അവഹേളിക്കുന്നു ജനങ്ങൾക്ക് മുമ്പിൽ എന്ന് പാർട്ടി ആളെ കുറ്റക്കാരനായി കാണുന്നത്. ഇവിടെ നോക്കൂ, ഹാരിസ് ഇതുപോലെ കഠിനാധ്വാനിയായ ഇൻറ്റഗ്രിറ്റി ഉള്ള കമ്മ്യൂണിസ്റ്റ് ആദർശമുള്ള ഒരാളാണ്. പക്ഷേ അയാളിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെയും ഈ സർക്കാരിനെയും ജനങ്ങൾക്ക് മുമ്പിൽ അവഹേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1940-കളിലെ സ്റ്റാലിനായാലും 2025-ലെ പിണറായി വിജയനായാലും, ഒന്ന് കസക്കിസ്ഥാനായാലും കിർഗിസ്ഥാനായാലും ഒന്ന് കേരളമായാലും ആത്യന്തികമായി ഈ അസഹിഷ്ണുത അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവരം ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള നമ്മൾ മെസ്സഞ്ചറെ ഷൂട്ട് ചെയ്യുക എന്ന് പറയും, ഷൂട്ട് ദ മെസ്സഞ്ചർ എന്നുള്ള സംഗതി, അത് ഒരാളുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. മാധു, ഇപ്പോൾ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടിനോട് മാധുവിന് യോജിപ്പുണ്ട്. ഇതിനകത്ത് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടിനോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഒരു രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നുള്ളതിനപ്പുറം അഴിമതി തൊട്ട് തീണ്ടാത്ത, ഒരു അഴിമതിയുടെ ഒരു നിഴൽ പോലും വീഴാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഡോക്ടർക്കെതിരെ എന്തിന് അല്ലെങ്കിൽ ഇങ്ങനൊരു അവമതിപ്പ് വകുപ്പിനുണ്ടാകും, കേരളത്തിനുണ്ടാകും എന്നുള്ള പേരിൽ വീണ്ടും കല്ലേറിന് ശരിക്കും പറഞ്ഞാൽ തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രിമാർ, പാർട്ടി സെക്രട്ടറി എല്ലാവരും വരുന്നത്. ഈ സംഭവം ഉണ്ടായ സമയത്ത് ഷാഫി പറമ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്വരാജിൻ്റെ പരാജയം ഒരു രാഷ്ട്രീയ വിജയമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം സമാഹരിച്ച വോട്ടുകൾ വളരെ രാഷ്ട്രീയമായി സമാഹരിച്ച വോട്ടുകളാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനു മുമ്പ് എന്ന്. രാഷ്ട്രീയ സാഹചര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റിന് തൊട്ട് മുൻപായി ഡോക്ടർ ഹാരിസിൻ്റെ പേജിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിമർശനങ്ങൾ ഇങ്ങനെയായിരിക്കുമോ? ഇപ്പോൾ ആരോഗ്യമന്ത്രി അഭിലാഷ് മോഹനോട് ഇദ്ദേഹത്തിനെ പറ്റിയുള്ള മുഴുവൻ സവിശേഷതകളും മുഴുവൻ വിശേഷണങ്ങളും ഒക്കെ പറഞ്ഞു. ആ രീതിക്കായിരിക്കുമോ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ രാഷ്ട്രീയം അങ്ങ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് ഒരു പ്രിവിലേജായി അദ്ദേഹത്തിന് അവിടെ നിൽക്കുന്നുണ്ട്. പാർട്ടി കുടുംബാംഗമാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനടക്കം പാർട്ടി അംഗമാണ്. ഈ പോസ്റ്റ് പിൻവലിച്ചത് പോലും പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണെന്ന് ഡോക്ടർ തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞ പോലെ ഞാനൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല, ഞാൻ ഒരു ലാബുകാരൻ്റെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം മിടുക്കനാണെന്ന് കണ്ട് ഈ സ്ഥാപനം നന്നാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്നതാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. ഈ രീതിയിലല്ലാത്ത ഒരു മനുഷ്യനാണ് ഇതേ ഗതികേടുകൾ മുഴുവൻ അഭിമുഖീകരിക്കുന്നത് എങ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത അത്യാവശ്യം സാധാരണ മനുഷ്യനെ പോലെ പണിയെടുക്കുന്ന, ഞാൻ 360 ദിവസം പണിയെടുത്തിട്ടുണ്ട് എന്ന് ആർജവത്തോടെ പറയാൻ കഴിയാത്ത ഒരാളാണ് ഇത് പറയുന്നതെങ്കിൽ ഈ രീതിക്ക് സ്വീകരിക്കപ്പെടില്ലായിരുന്നു. രാഷ്ട്രീയം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ പോലും ഈ രീതിക്ക് സ്വീകരിക്കപ്പെടില്ലായിരുന്നു. അവിടെ രോഗികളിൽ നിന്ന് പണം പിരിച്ച് അവർക്ക് സർവീസ് കൊടുക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാവുകയാണ്. 2-3 രോഗികൾ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ട രോഗികളിൽ നിന്ന് പണം വാങ്ങി, അവരിൽ നിന്ന് ഒരു ഗ്രൂപ്പായി പണം വാങ്ങി സംവിധാനങ്ങൾ ഒരുക്കി ശസ്ത്രക്രിയ ചെയ്യേണ്ടുന്ന ഗതികേട് നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിന് ഉണ്ടാവുകയാണ്. ഇനി മെഡിക്കൽ കോളേജിനാണോ? മാതൃഭൂമി ന്യൂസ് അടക്കം മാധ്യമങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരുന്ന പരിമിതികൾ എത്രയാണ്? ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മനുഷ്യനെ, അദ്ദേഹം നമ്മുടെ സംവിധാനത്തെ ലോകം മുഴുവൻ ആദരവോടുകൂടി നോക്കുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു കാണിച്ചുള്ള പെരുപ്പിച്ച് കാണിക്കൽ, പ്രതിപക്ഷത്തിന് ആയുധം വെച്ച് കൊടുക്കൽ, വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കുഴലൂത്തുകാരായ മാധ്യമങ്ങൾക്ക് ആയുധം
ആയുധം വെച്ച് കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ജനങ്ങൾ ഇത് ആ രീതിയിലല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് 2 ദിവസം കൊണ്ട് വ്യക്തമാണ്. സജി ചെറിയാന് പറയാം, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു പറയേണ്ട വേദികളിൽ പറയണം. പറയേണ്ട വേദി ഏതാണ്? ഏരിയ കമ്മിറ്റി യോഗമാണോ? ഇത് അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹം അല്ല അവിടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് KGMCD പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പറയേണ്ട വേദികളിലെല്ലാം അദ്ദേഹം നിരന്തരമായി പറഞ്ഞു എന്നും എന്നിട്ട് ഫലമുണ്ടായില്ല. അതല്ല പറയേണ്ട വേദികളെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ വേദികളിൽ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു ശരിയാണ്, ചട്ടലംഘനമാണ്. സർക്കാർ സർവീസിലുള്ള ഒരു ഡോക്ടർ സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫേസ്ബുക്കിലല്ല പറയേണ്ടത്. ശരി, ആ ചട്ടമനുസരിച്ച് ഈ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? ആ ചട്ടമനുസരിച്ച് ഈ സംവിധാനം കൃത്യമായി കാര്യക്ഷമമായി കർത്തവ്യബോധത്തോടെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അച്ചടക്കലംഘനം ചട്ടലംഘനം എന്ന് പറയാനുള്ള ധാർമ്മികമായ അടിത്തറ അവിടെ ഉണ്ടാകും. ഇത് കുത്തഴിഞ്ഞു കിടക്കുന്നു, ഇത് തോന്നിവാസത്തിന് കിടക്കുന്നു. അവിടെയുള്ള ഈ ആശുപത്രി വികസന സമിതി ആകട്ടെ, അതിന് മുകളിലേക്കാകട്ടെ, മന്ത്രിയുടെ ഓഫീസ് വരെ ആകട്ടെ, ഈ പറയുന്ന വേദികളിലെല്ലാം പറഞ്ഞിട്ട് ഉത്തരം കിട്ടാത്ത ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ അത് പറയേണ്ട വേദികളിൽ നിന്ന് പറയണമെങ്കിൽ ആ വേദി എവിടെയാണ് എന്ന് കൂടി പറഞ്ഞു തരണം. അല്ല, വേദി എന്ന് പറയുന്നത് ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ യൂറോളജി വിഭാഗം ഹെഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശുപത്രി സംവിധാനമാണ് അദ്ദേഹത്തിന് മുകളിലുള്ള, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അവിടെയൊക്കെ പറഞ്ഞിട്ട് ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് താൻ ഈ, അല്ലെങ്കിൽ അവിടെ ഇത് വളരെ മെല്ലെപ്പോക്കിൽ പോകുന്നു എന്നുള്ളതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അല്ല, ഈ HDS എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന പ്രതിനിധി പറഞ്ഞു, അവിടെ ഈ HODമാർ, ഒരു വിഭാഗത്തെ നയിക്കുന്ന മേധാവിമാർ പോയി രാഷ്ട്രീയ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമിതിയിൽ പോയി ഇങ്ങനെ ആവർത്തിച്ച് പറയാണ്, അവിടെ നടന്ന് ചെരുപ്പ് തേയാണ്. ഈ സംവിധാനം ഒരു വലിയ മതിലായിട്ട് നിൽക്കുകയാണ്. ജനങ്ങൾക്ക് സർവീസ് കൊടുക്കേണ്ട സംവിധാനത്തിനും ഭരണാധികാരികൾക്കും ഇടയിൽ ഒരു വലിയ മതിലായിട്ട് നിൽക്കുകയാണ്. ശുദ്ധീകരണം വേണമെങ്കിൽ അവിടെ വേണം. ഡോക്ടർ നമ്മളോട് സൂപ്പർ പ്രൈം ടൈമിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു ശുദ്ധീകരണം വേണ്ടതുണ്ടെന്ന്. ഇവിടെയൊക്കെ ഈ ശുദ്ധീകരണം നടപ്പിലാക്കാതെ ഈ സംവിധാനം നന്നായി പോകും എന്ന്, അതായത് ഉപകരണങ്ങൾ വാങ്ങുന്നിടത്ത് തീരുന്നതല്ല ഇതിൻ്റെ പ്രശ്നം. ഉപകരണങ്ങൾ വാങ്ങുന്നിടത്തോ ഫണ്ടിൻ്റെ അഭാവം നികത്തുന്നതിലോ തീരുന്നതല്ല ഈ പ്രശ്നം. ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൃത്യമായി അവനവൻ്റെ ജോലിയും കർത്തവ്യവും ചെയ്യാതിരിക്കലാണ്. ഇനി ആരോഗ്യമന്ത്രിയും DMEയും പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. പരിമിതികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പണവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഇതൊക്കെ മലയാളികൾക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇത്രയും വലിയ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് അവിടുത്തെ DME അടക്കമുള്ളവർ, ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ, മന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ളവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്താണ് നിങ്ങൾ പിന്നെ എന്തറിയുകയായിരുന്നു ഇത്രയും കാലം എന്ന ചോദ്യം ഉണ്ടാകും. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, ഇതിനെ ഒരു അവസരമാക്കി എടുത്ത് പ്രതിപക്ഷം, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു കാര്യം, നമ്മുടെ നിലവിലുള്ള സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന് മൊത്തം മാതൃകയായ ഒരു സംവിധാനം, ഇങ്ങനൊരു പ്രശ്നം ഒരു ഡോക്ടർ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു, അതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി എടുത്ത് പർവ്വതീകരിച്ച് ഇത്രയും വലിയ പ്രശ്നമാക്കി മാറ്റുന്ന പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അവരുടെ റോള് നമുക്ക് ശരിയായി കാണാൻ കഴിയുമോ? ഈ പ്രതിപക്ഷം പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പ്രതിപക്ഷമല്ല ഈ പറയുന്ന സംവിധാനം ശരിയാക്കേണ്ടത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി കാലവും പിണറായി വിജയൻ കാലവും താരതമ്യപ്പെടുത്തി ആരോഗ്യമന്ത്രി തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഉമ്മൻചാണ്ടി കാലത്തെ ഭരണത്തിൽ നിന്ന് ജനങ്ങളാണ് മാറ്റി നിർത്തിയത്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്നൊരു സർക്കാരാണ്. അത് ശരിയാക്കിയില്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കണ്ടേ, മാധ്യമങ്ങൾ ചോദിക്കണ്ടേ? ഇപ്പോൾ നിങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ടല്ലോ, നിങ്ങൾ ആവശ്യമില്ലാത്തടത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ഈ വിരൽ ചൂണ്ടേണ്ടുന്ന കാര്യങ്ങൾ, വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ, സമരങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ ആരാണ് നിശ്ചയിക്കുക? ഭരണപക്ഷമാണോ? അല്ല, അതിനകത്ത് എനിക്കുള്ള ഒരു കാര്യം, ഇപ്പോൾ ഉമ്മൻചാണ്ടി കാലം, പിണറായി കാലം എന്ന് പറഞ്ഞ് മന്ത്രി കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ അതിനകത്ത് സിസ്റ്റത്തിൽ ഈ പറയുന്ന സിസ്റ്റം പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ഇതിൻ്റെ ചുവപ്പുനാട ഉണ്ടാകുകയും ബ്യൂറോക്രസിയിൽ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ അന്ന് എത്ര ഒരുപക്ഷെ ശസ്ത്രക്രിയകൾ നടന്നു, ഇന്ന് എത്ര നടന്നു, പുതിയ അത്യാധുനിക സംവിധാനം അന്ന് എത്ര ഉണ്ടായിരുന്നു, ഇന്ന് ഇത്ര ഉണ്ട് എന്ന് മന്ത്രി പറയുന്നതിന് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, ഒന്ന് കേരളത്തിൻ്റെ ആരോഗ്യരംഗം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അതിന് മുമ്പുള്ള പതിറ്റാണ്ട് എടുത്താലും മുന്നോട്ട് പോയിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കേരളത്തിലെ ആരോഗ്യരംഗം ആകെ ICUവിലായോ എന്നുള്ളതല്ല. അപ്പോൾ അത് ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്നുണ്ട്, ഇല്ല കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം വെന്റിലേറ്ററിലല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രശ്നം എവിടെയാണ്? പ്രശ്നം അവിടെ ആ ആശുപത്രികളിൽ പോകുന്ന ആളുകൾക്ക് നേരിടുന്ന ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ്. ഏറ്റവും സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഈ മെഡിക്കൽ കോളേജുകളെ സമീപിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഉപകരണങ്ങളില്ലാത്തത് മൂലം ശസ്ത്രക്രിയകൾ വൈകുന്നു. അത് പലപ്പോഴും അനന്തമായി നീണ്ടുപോകുന്നു. അത് പലപ്പോഴും ഒരു പക്ഷേ ജീവൻ എടുക്കുന്ന തരത്തിൽ വരെ വന്നേക്കാം. അപ്പോൾ ഇവിടെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് അയാളുടെ ഒരു വൈയക്തികമായ അനുഭവം കൂടിയാണ്. ഒരു സ്റ്റുഡൻറ്റ്, സ്വന്തം മകൻ്റെ പ്രായമുള്ള ഒരു സ്റ്റുഡൻറ്റ് ഈ വൃക്കയിലെ കല്ല് മൂലം വലിയ തോതിലുള്ള വേദന കുറച്ച് മാസങ്ങളായി അനുഭവിച്ചു വന്നിരുന്നു. അപ്പോൾ ഈ ശസ്ത്രക്രിയയോടുകൂടി ആ വേദന മാറും. ആ ശസ്ത്രക്രിയ തീരുമാനിക്കപ്പെട്ട ദിവസമാണ് ഈ ഉപകരണത്തിൻ്റെ പരിമിതി മൂലം ആ കുട്ടിയോട് ഡോക്ടർക്ക് മുഖത്തു നോക്കി ഇന്ന് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്ന് പറയേണ്ടി വരുന്നത്. വീണ്ടും ആ വേദനയോടുകൂടി ആ കുട്ടി വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അത് ഒരാളുടെ അനുഭവമല്ല, നിരവധി ആളുകൾക്ക്. ഇപ്പോൾ ഈ വൃക്കയിലെ കല്ല് പൊടിക്കുന്ന ഉപകരണം
ഒരു കോളേജിൽ മാത്രമല്ല, ഒരു മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, 45,000 രൂപയോളം വില വരുന്ന ഉപകരണം 5-6 രോഗികളോട് നിങ്ങൾ പിരിവിട്ട് ഇത് വാങ്ങിക്കോളൂ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് പോലും അതിൻ്റെ ഇതിനൊക്കെ ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ബലൂൺ അല്ലെങ്കിൽ കത്തീറ്റർ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അനുബന്ധ ഉപകരണങ്ങളൊക്കെ രോഗികൾ വാങ്ങേണ്ടി വരുന്നു. വളരെ പാവപ്പെട്ട ആളുകൾക്ക് അതിന് കഴിയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർ കടം വാങ്ങി ഇത് വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് രോഗികളോട് പറയേണ്ടി വരികയാണ്, നിങ്ങൾ ഈ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങി വന്നാൽ ഞാൻ സർജറി നടത്തിത്തരാം എന്ന് പറയുമ്പോൾ ആ ഡോക്ടറുടെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ. ഇവിടെ ഡോക്ടർ ഹാരിസ് പറയുന്നൊരു കാര്യം, ഈ മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, സ്വകാര്യ കമ്പനികളുടെ നമ്പർ. അതായത് ഈ രോഗികൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഉപകരണം ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഡോക്ടർ സർജറി നടത്തി കൊടുക്കും. ഇതല്ലല്ലോ കേരള മോഡൽ ആരോഗ്യമാവേണ്ടത്. മന്ത്രി ഇന്നലെ ഈ വിഷയത്തിൽ ഞങ്ങളതിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാത്രമല്ല, സൗജന്യ നിരക്കിൽ എങ്ങനെ ഈ ഉപകരണങ്ങൾ വാങ്ങാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വ്യവസ്ഥയുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ഇത് പറയുന്ന ഒരുപാട് രോഗികളുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ സർവീസിനെ കുറിച്ച്, നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ള, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയ രോഗികൾ തന്നെ അവർ കടന്നു പോകേണ്ടി വരുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ട്. അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. അവിടെ ഈ മെസ്സഞ്ചറെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതിലേക്കാണ് ഊന്നേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ ഓരോ വർഷവും 1500 കോടിക്കടുത്ത് സൗജന്യ ചികിത്സ കേരളം നൽകുന്നുണ്ട്. നല്ല കാര്യമാണ്. മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പൊതുമേഖലയിൽ വർദ്ധിച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ മന്ത്രി തന്നെ പറഞ്ഞ സിസ്റ്റത്തിലെ പോരായ്മ സ്വാഭാവികമായി അതിൽ ഇൻസൈഡേഴ്സ് ആയ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അപ്പോൾ സിസ്റ്റത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിച്ചാൽ ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വഴി. അല്ലാതെ സിസ്റ്റത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതല്ല എന്ന ബോധ്യം ഈ സർക്കാരിന് ഉണ്ടാവേണ്ടതാണെന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, ഇന്നിപ്പോൾ സജി ചെറിയാൻ പറയുന്നത് ആ ഡോക്ടറെ ശരിക്കും പറഞ്ഞാൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്ന അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? സ്ഥാനത്തിരുന്നു കൊണ്ട് പറയേണ്ട കാര്യമല്ല പറഞ്ഞത്. ആ സജി ചെറിയാൻ പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? അതാണ് വേറൊരു കാര്യം. സജി ചെറിയാൻ എന്തൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തോട് പോയി സംസാരിച്ചു. ഗുണ്ടകളെ പോലെയല്ലേ കണ്ടാൽ എന്ന് ചെയ്യുന്നു. കണ്ടാൽ ഒരു മനുഷ്യൻ ആരാണെന്ന് നമ്മൾ പറയാൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത്. എന്നിട്ട് അവർ മദ്യപിച്ചുകൊണ്ട് വരുന്നു. മന്ത്രിക്ക് പറയാം, മദ്യപിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് നേരിട്ട് പറയാം. ഗുണ്ടകളെ പോലെയാണ് കണ്ടാൽ എന്നെങ്ങനെയാണ് മന്ത്രി പറയുക? ജനങ്ങൾ തെരഞ്ഞെടുത്ത അയച്ചാളാണ്. അപ്പോൾ ആ സ്ഥാനത്തിരുന്ന് പറയാൻ കഴിയുന്നതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഭരണഘടന നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ശരി, അതോടെ നിൽക്കട്ടെ. കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. എന്നിട്ടാണ് ഈ മന്ത്രിസ്ഥാനത്തിരുന്നോണ്ട് ഇത് പറയുന്നത്. ഈ സജി ചെറിയാൻ, ഈ മന്ത്രി GR അനിൽ, പാർട്ടി സെക്രട്ടറി, ഇവർക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്ന മറ്റൊരു വശം പറയുന്നുണ്ടോ? ശരിയാണ്, ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്ക് ചില ഇടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. നമുക്ക് അടുത്ത തവണ ബജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ കൂടുതൽ പരിഗണിക്കണം. നമുക്ക് ഫണ്ടിന്റെ പ്രശ്നമുണ്ട്, നമുക്ക് മെഡിക്കൽ കോളേജ് ഇത്രയധികം സർവീസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ഇനിയും അവിടെ വികസനം വേണം. ഇത് കൂടുതൽ പരിഗണനയോടെ സർക്കാർ അടുത്ത തവണ, തെരഞ്ഞെടുപ്പ് വർഷമല്ലേ, എന്താ പറയാത്തെ? എല്ലാവർക്കും ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർക്ക് അവർ ഇരുന്ന് പറയേണ്ടതല്ല, പറയേണ്ട വേദിയല്ല, പറയേണ്ട രീതിയല്ല എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കൂടി പറയാത്ത എന്താ? അപ്പോൾ നമ്മുടെ സർക്കാരിനെതിരെ ഇച്ചിരി ബുദ്ധിമുട്ടും. അഭിലാഷ്, അവസാനമായിട്ടൊരു കാര്യം. ഇന്നലെ വീണ ജോർജുമായിട്ട് സംസാരിക്കുമ്പോൾ, ആ അഭിമുഖത്തിൽ മൊത്തത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഹാരിസ് ഡോക്ടറിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അത് മാറിയോ? അല്ല, ഈ നടപടി എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ പോലെ അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് പോലെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് വലിയ തോതിലുള്ള ജനകീയ രോഷം വിളിച്ചു വരുത്തും. കേരളം പോലെ ഒരു സൊസൈറ്റിയിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരാളെ അങ്ങനെ ആ തരത്തിലുള്ള പ്രതികാര നടപടിക്ക് വിധേയനാക്കിയാൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത് വിശദീകരണം ചോദിക്കുകയും ഇതൊരു ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഒരു താക്കീത് നൽകുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു പബ്ലിക് ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യം എന്നുള്ളത് ഇക്കാര്യത്തിൽ കണ്ടുകൊണ്ട് ഇത് നിങ്ങൾ ആവർത്തിക്കാൻ പാടുള്ളതല്ല എന്ന ഒരു താക്കീതിൽ ഈ വിഷയം അവസാനിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തുള്ള നടപടികളിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ വരുന്ന കാലത്ത്, ഇനിയിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി കുറച്ചേ ഉള്ളൂ, അടുത്ത തവണ അധികാരത്തിലെത്തുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഡോക്ടറെ പ്രത്യേകമായി തിരുവനന്തപുരത്ത് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമിച്ചതുപോലെ അതുപോലെയുള്ള നടപടികൾ എന്തായാലും ഇനി ആ തരത്തിലുള്ള ഒരു സമീപനം സർക്കാരിൽ നിന്ന് ആ ഡോക്ടർക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സർക്കാരിനെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തി എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. നമ്മളിതിനെ ഇപ്പോൾ LDF എന്നോ UDF എന്നോ അല്ലെങ്കിൽ ഒരു സർക്കാരിനോ വേറൊരു സർക്കാരിനോ കാണേണ്ട വിഷയമല്ല. നമ്മുടെയാണല്ലോ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്ത് സിസ്റ്റത്തിൽ, മന്ത്രി തന്നെ പറഞ്ഞതുപോലെ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് അതിൽ ആദ്യമായി വേണ്ടത്. അത് പരിഹരിക്കാനുള്ള ഒരു രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു ചെറിയ കുട്ടിയുടെ റോൾ ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസിന് കൊടുക്കണം. ഡോക്ടർ ഹാരിസ് ഈ കാര്യത്തിൽ സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞതും പ്രവർത്തിച്ചതും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഡോക്ടർമാർ എന്ന് പറയുന്നത് രോഗികളെ ചികിത്സിക്കുന്ന യന്ത്രങ്ങളൊന്നുമല്ല, അതിന് പിന്നിലൊരു മനസ്സുമുണ്ട്. ആ മനസ്സിനെ നമുക്ക് കാണാൻ കഴിയണം. നമ്മുടെ മൊത്തം ഭരണ സംവിധാനത്തിനാണെങ്കിലും രാഷ്ട്രീയ സംവിധാനത്തിനാണെങ്കിലും അത് കാണാൻ കഴിയണം. അത്തരം മനസ്സുകളെ അടച്ചു കളയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.